ഷാനവാസ് ആദിലയ്ക്ക് വേണ്ടി ഇപ്പോൾ അനീഷിനോട് സംസാരിക്കുകയാണ്. ഷാനവാസ് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ കീരിയും പാമ്പുമായിട്ട് നടക്കല്ലേ, എത്ര നാൾ ഈ വഴക്ക് കൊണ്ട് നടക്കും, നിങ്ങൾക്കൊന്ന് സംസാരിച്ചുകൂടെ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സോൾവ് ആക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ് ഷാനവാസ് അനീഷിനോട്. അനീഷ് ചിരിച്ചുകൊണ്ട് പറയാണ്, നിനക്ക് നാണമില്ലേ ഷാനവാസേ ഇവരുടെ വക്കാലത്തും കൊണ്ട് നടക്കാനായിട്ട്, നിനക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുകയാണ്. പൊട്ടിച്ചിരിക്കുന്നുമുണ്ട് അനീഷ്, കളിയാക്കി തന്നെ ചിരിക്കുകയാണ് കേട്ടോ. കാരണം അനീഷ് പറഞ്ഞത് 100% ശരിയല്ലേ. എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ ആദിലയുടെയും നൂറയുടെയും പുറകെ നടന്ന് ഇപ്പോൾ അനീഷിനോട് ആദിലയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ് ഷാനവാസ്. ഷാനവാസ് എന്തൊക്കെ ഉണ്ടെങ്കിലും ആദിലയും നൂറയും ഷാനവാസിനെ ഇപ്പോൾ ഒറ്റപ്പെടുത്തിക്കോട്ടെ, എന്തൊക്കെ ഇഷ്യൂസ് നടന്നോട്ടെ, ആദില ഒന്ന് ചെന്ന് മിണ്ടി കഴിയുമ്പോൾ ഷാനവാസിൻ്റെ ആ ഒരു ദേഷ്യവും എല്ലാം അങ്ങ് മറക്കും ഷാനവാസ്. ഇതെല്ലാം അവരുടെ നമ്പറുകളാണെന്നുള്ള കാര്യം ഷാനവാസ് മറന്നു പോവാണ്. ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഗെയിമിൽ അങ്ങ് പെട്ടുപോയി എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മുടെ അനീഷ് ഒരു തരത്തിലും പിടികൊടുക്കില്ല. അനീഷ് പറയുന്നുണ്ട്, ഷാനവാസ് ഇവരെ വക്കാലത്തും കൊണ്ട് എന്നോട് സംസാരിക്കണ്ട എന്ന് തന്നെ തീർത്ത് പറയാണ് കേട്ടോ. ഷാനവാസ് പറയുന്നുണ്ട്, ഒരേ കളർ ഡ്രസ്സാണല്ലോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എന്താ ഞാൻ മാറ്റണോ, അല്ലെങ്കിൽ അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്, ഞാൻ മാറ്റണോ അതോ നിങ്ങൾ മാറ്റൂ. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ മാറ്റൂ എന്ന്. അപ്പോൾ ആ ഒരു ടൈമിൽ നൂറ വേറൊരു ഡ്രസ്സ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അതിൽ അതുമായിട്ട് പോകുന്നുണ്ട് ഡ്രസ്സ് മാറ്റാനായിട്ട്. അനീഷിൻ്റെ വഴിക്കും പോകുന്നുണ്ട് കേട്ടോ. ഈ ഷാനവാസിന് ഇതിലൊക്കെ ഇടപെടാൻ എന്ത് കാര്യമിരിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.